നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 14-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. വരൾച്ചയെക്കുറിച്ച് യിരെമ്യാവിനുണ്ടായ യഹോവയുടെ വചനം. യഹൂദ ദുഃഖിക്കുന്നു, അതിൻ്റെ പടിവാതിക്കൽ ഇരിക്കുന്നവൻ ക്ഷീണിച്ചിരിക്കുന്നു. അവർ കറുപ്പെടുത്ത് നിലത്തിരിക്കുന്നു. യെരൂശലേമിൻ്റെ നിലവിളി പൊങ്ങുന്നു. അവരുടെ കുലീനന്മാർ അടിയാരെ വെള്ളത്തിന് അയക്കുന്നു. അവർ കുളങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് വെള്ളം കാണാതെ വെറും പാത്രങ്ങളോടെ മടങ്ങി വരുന്നു. അവർ ലജ്ജിച്ച് വിഷണ്ണരായി തല മൂടുന്നു. ദേശത്ത് മഴയില്ലായ്കയാൽ നിലമുണങ്ങി വരണ്ടിരിക്കുന്നു. ഉടവുകാർ ലജ്ജിച്ച് തല മൂടുന്നു. മാൻപേട വയലിൽ പ്രസവിച്ചിട്ട് പുല്ലില്ലായ്കയാൽ കുട്ടിയെ ഉപേക്ഷിക്കുന്നു. കാട്ടുകഴുത മൊട്ടക്കുന്നുമേൽ നിന്നുകൊണ്ട് കുറുനരികളെപ്പോലെ കിഴയ്ക്കുന്നു. സസ്യങ്ങളില്ലായ്ക കൊണ്ട് അതിൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. യഹോവേ, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിച്ചിരിക്കുന്നു. എങ്കിൽ നിന്റെ നാമനിമിത്തം പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളുടെ പിന്മാറ്റങ്ങൾ വളരെയാകുന്നു. ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇസ്രായേലിൻ്റെ പ്രത്യാശയും കഷ്ടകാലത്ത് അവൻ്റെ രക്ഷിതാവുമായുള്ളവേ, നീ ദേശത്ത് പരദേശിയെപ്പോലെയും ഒരു രാപാർപ്പാൻ മാത്രം കൂടാരം അടിക്കുന്ന വഴിപോക്കനെ പോലെയും ആയിരിക്കുന്നത് എന്ത്? ഭ്രമിച്ചു പോയ പുരുഷനെ പോലെയും രക്ഷിപ്പാൻ കഴിയാത്ത വീരനെ പോലെയും ആയിരിക്കുന്നത് എന്ത്? എന്നാലും യഹോവേ, നീ ഞങ്ങളുടെ മധ്യേ ഉണ്ട്. നിന്റെ നാമം ഞങ്ങൾക്ക് വിളിച്ചിരിക്കുന്നു. ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. ഇവർ ഇങ്ങനെ ഉഴന്നു നടപ്പാൻ ഇഷ്ടപ്പെട്ടു, കാലടക്കി വെച്ചതുമില്ല എന്ന് യഹോവ ഈ ജനത്തെക്കുറിച്ച് അരുളിച്ചെയ്തു. അതുകൊണ്ട് യഹോവയ്ക്ക് അവരിൽ പ്രസാദമില്ല. അവൻ ഇപ്പോൾ തന്നെ അവരുടെ അകൃത്യത്തെ ഓർത്ത് അവരുടെ പാപങ്ങളെ സന്ദർശിക്കും. യഹോവ എന്നോട്, നീ ഈ ജനത്തിനു വേണ്ടി അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കരുത്. അവർ ഉപവസിക്കുമ്പോൾ ഞാൻ അവരുടെ നിലവിളി കേൾക്കയില്ല. അവർ മഹായാഗവും ഭോജനയാഗവും അർപ്പിക്കുമ്പോൾ ഞാൻ അവയിൽ പ്രസാദിക്കുകയുമില്ല. ഞാൻ അവരെ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മുടിച്ചു കളയും എന്ന് അരുളിച്ചെയ്തു. അതിന് ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, നിങ്ങൾ വാൾ കാണുകയില്ല, നിങ്ങൾ ക്ഷാമം ഉണ്ടാകുകയില്ല. ഞാൻ ഈ സ്ഥലത്ത് സ്ഥിരമുള്ള സമാധാനം നിങ്ങൾക്ക് നൽകും എന്ന് പ്രവാചകന്മാർ അവരോട് പറയുന്നുവെന്ന് പറഞ്ഞു. യഹോവ എന്നോട് അരുളിച്ചെയ്തത്, പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു. ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടില്ല. അവർ വ്യാജ ദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുന്നു. അതുകൊണ്ട് യഹോവ, ഞാൻ അയക്കാതെ എൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും ഈ ദേശത്ത് വാളും ക്ഷാമവും ഉണ്ടാകുകയില്ല എന്ന് പറയുകയും ചെയ്യുന്ന പ്രവാചകന്മാരെ കുറിച്ച് പ്രകാരം അരുളിച്ചെയ്യുന്നു. വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും ആ പ്രവാചകന്മാർ മുടിഞ്ഞുപോകും. അവരുടെ വചനം കേട്ട ജനമോ യെരൂശലേമിൻ്റെ വീഥികളിൽ ക്ഷാമവും വാളും ഹേതുവായിട്ട് വീണുകിടക്കും. അവരെയും അവരുടെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും ഒഴിച്ചിടുവാൻ ആരും ഉണ്ടാകുകയില്ല. യിരെമ്യാവ് യെരൂശലേമിൻ്റെ നാശത്തെക്കുറിച്ചും യഹൂദ പ്രവാസത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ചും പ്രവചിച്ചുകൊണ്ടിരുന്ന അതേ കാലത്ത് വളരെയേറെ പ്രവാചകന്മാർ രാജസദസ്സിലുണ്ടായിരുന്നു. അവർ രാജാവിനോടും അതുപോലെ പൊതുജനത്തോടും പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ ദൈവജനമാണ്, നമ്മൾ മിസ്രയീമിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരാണ്, നമ്മൾ ദൈവത്തിൻ്റെ കരുതലും കരുണയും അനുഭവിച്ചവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ദോഷവും വരികയില്ല. കാരണം ദൈവത്തിൻ്റെ ആലയം നമ്മുടെ സ്ഥലത്താണ്, നമ്മുടെ കസ്റ്റഡിയിലാണ്. ശമൂവേലിൻ്റെ കാലത്ത് ദൈവജനം തങ്ങളുടെ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കാതെ അവർ പെട്ടകത്തിൽ ആശ്രയിച്ചു. ദൈവത്തിൻ്റെ പെട്ടകം അതിനെ ശീലോവിൽ നിന്ന് എടുത്ത് യുദ്ധസ്ഥലത്ത് കൊണ്ടുവന്നു. ഈ വിഗ്രഹാരാധികളായ ആളുകൾ തങ്ങളുടെ വിഗ്രഹങ്ങളെ യുദ്ധസ്ഥലത്ത് കൊണ്ടുവരാറുണ്ട്. അതുപോലെ ദൈവത്തിൻ്റെ പെട്ടകത്തെ ഒരു വിഗ്രഹമാക്കി കണക്കാക്കി അവർ കൊണ്ടുവന്നു.
പക്ഷെ ദൈവം ഫെലിസ്ത്യരെ പെട്ടകം എടുത്തുകൊണ്ട് പോകാൻ അനുവദിച്ചു. 7 മാസം അത് ഫെലിസ്ത്യ ദേശത്തായിരുന്നു. പക്ഷെ ഇതൊന്നും കണ്ട് ഇസ്രായേൽ പഠിച്ചില്ല. എന്നാൽ യിരെമ്യാവ് പറയുന്നത്, നിങ്ങളുടെ പാപനിമിത്തം ദൈവം നിങ്ങളെ ശിക്ഷിക്കും, ദേവാലയത്തെ ദൈവം ഉപേക്ഷിക്കും. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുക, മടങ്ങി വരിക, നിങ്ങൾ ദൈവവചനത്തിലേക്ക് വരിക, വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കുക, രഹസ്യ പാപങ്ങളെ ഉപേക്ഷിക്കുക എന്ന് യിരെമ്യാവ് കരഞ്ഞുകൊണ്ട് പ്രവചിക്കുകയാണ്. യിരെമ്യാവ് ദൈവം അവർക്ക് ചെയ്യാൻ പോകുന്ന ആ ഭീകരമായ ന്യായവിധി ഓർത്ത് കരഞ്ഞതായിട്ട് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്, ഞങ്ങൾ സമാധാനത്തിനായി കാത്തിരുന്നു, എന്നാൽ ഇതാ ഭീതി. യഹോവേ, ഞങ്ങളുടെ ദുഷ്ടതയും ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യവും അറിയുന്നു. ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. നിന്റെ നാമം നിമിത്തം ഞങ്ങളെ തള്ളിക്കളയരുതേ. നിന്റെ മഹത്വമുള്ള സിംഹാസനത്തിന് ഹീനത വരുത്തരുതേ. ഓർക്കണമേ, ഞങ്ങളോടുള്ള നിന്റെ നിയമത്തിന് ഭംഗം വരുത്തരുതേ. ജാതികളുടെ മിഥ്യാമൂർത്തികളിൽ മഴ പെയ്യ്ക്കുന്നവരുണ്ടോ? അല്ല ആകാശമോ വർഷം നൽകുന്നത്? ഞങ്ങളുടെ ദൈവമായ യഹോവേ, അത് നീ തന്നെയല്ലയോ? നിനക്കായി ഞങ്ങൾ കാത്തിരുന്നു. ഇവയൊക്കെയും സൃഷ്ടിച്ചിരിക്കുന്നത് നീയല്ലോ. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, യഹൂദ ശത്രു രാജ്യത്താൽ പിടിക്കപ്പെടുന്നതിന് മുമ്പ് ന്യായവിധിയുടെ സൂചനയായി ദൈവം ഒരു വരൾച്ച വരുത്തുമെന്ന് യിരെമ്യാവ് പ്രവചിച്ചു. കർത്താവായ യേശുവിൻ്റെ വീണ്ടും വരവും തദനന്തരമുള്ള സംഭവങ്ങളുടെയും അടയാളങ്ങളായിട്ട്, മുന്നറിയിപ്പുകളായിട്ട് കർത്താവ് ചില കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ യുദ്ധങ്ങളെ, യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കും. വഷളത്വം പെരുകാനിടയാകും, മഹാവ്യാധികൾ ഉണ്ടാകാനിടയാകും, ഭൂകമ്പങ്ങൾ വർദ്ധിക്കാനിടയാകും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകാനിടയാകും, കടലിളക്കങ്ങൾ ഉണ്ടാകാൻ ഇടയാകും. എന്നാൽ എൻ്റെ സുവിശേഷം ലോകം മുഴുവനും പ്രചരിക്കപ്പെടുവാൻ ഇടയാകും. ഇതൊക്കെ വേദപുസ്തകത്തിലുണ്ട്. ഈ വേദപുസ്തകം വായിച്ചിട്ടുള്ളവരും കേട്ടിട്ടുള്ളവരുമായ ആളുകൾ ഇതൊക്കെ, ഈ അടയാളങ്ങളൊക്കെ കണ്ടിട്ടും ഒരു അനക്കവും ഇല്ലാതെ അവർ വിഗ്രഹാരാധനയും അതുപോലെ മദ്യപാനവും തുടരുകയാണ്. യിരെമ്യാവ് പറയുകയാണ്, ഓരോ പട്ടണത്തിൻ്റെ പടിവാതിൽക്കൽ ഇരിക്കുന്ന ശ്രേഷ്ഠന്മാർ, അവരും സാധാരണക്കാർ വരെയും വെള്ളത്തിനായി പാത്രവുമായി ഉഴന്നു നടക്കുന്ന ഒരു കാലമുണ്ടാകും. മൃഗങ്ങളും പക്ഷികളും ഒരുപോലെ നിലവിളിക്കാൻ ഇടയാകും. വാളിനു മുമ്പ് ക്ഷാമവും മഹാമാരിയും ഞാൻ നിങ്ങൾക്ക് വരുത്തും. 10-ാം വാക്യം, അവരുടെ അകൃത്യ നിമിത്തം ദൈവം ക്ഷമിക്കുകയില്ല എന്ന് യിരെമ്യാവിനോട് പറയുക മാത്രമല്ല, അവർക്കായി പക്ഷപാതം ചെയ്യുന്നതിനെ വിലക്കുകയും ചെയ്തു. ഇവർ സൂചന കണ്ട് പഠിക്കാത്തത് കൊണ്ട് വാളും ക്ഷാമവും വരുത്തും എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും വടക്കേ രാജ്യത്ത് നിന്ന് രാജാക്കന്മാർ വന്ന്, നെബൂഖദ്നേസർ വന്ന് യഹൂദയെ പിടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് വലിയ ക്ഷാമവും വലിയ വരൾച്ചയും ഉണ്ടായി. അതിനുശേഷമാണ് അവർ യുദ്ധം നേരിടേണ്ടി വന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ദൈവം നമുക്ക് നൽകി. ഇതുപോലെ ദൈവത്തെ അറിയുന്ന ഒരു ജനം വേറെ ഈ കാലത്ത് സഭയല്ലാതില്ല. അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുവാൻ, അവൻ തന്നെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് നൽകിയതിനാൽ, അവൻ തൻ്റെ വാഗ്ദാനം നിവർത്തിച്ച് നമ്മളെ അനുഗ്രഹിച്ച് നടത്തുന്നതിനാൽ, കർത്താവിനെ സ്നേഹിച്ച് സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മളേവരെയും ഇതിനാൽ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയേറെ നാമം ഇന്നും മുന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.